വ്യക്തമാണ് ശ്രീ റോണി. അതിലേക്ക് വിശദമായി തന്നെ വരാം ദയവായി. ശ്രീ പ്രിന്റു മഹാദേവ് ഇവിടെ കണക്കുകൾ ഏച്ചുകെട്ടി കാണിക്കുന്നു, അതായത് തെറ്റായ കണക്കുകൾ ഏച്ചുകെട്ടി കാണിക്കുന്നു. ഊതിവെറുപ്പിച്ച കണക്കുകളാണ്. 3 ലക്ഷം എന്നുള്ളത് 64,000 പോലും ഇല്ല എന്നുള്ള വാദം ഒരു വശത്ത് ഉയർത്തുകയാണ് കോൺഗ്രസ്. അതേസമയം എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഇക്കോസിസ്റ്റം, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, അതിന്റെ പ്രതിഫലനം മാത്രമാണ് കേരളത്തിലുള്ളത് എന്ന വാദങ്ങളുമുണ്ട്. താങ്കൾ ഇതിൽ ഏത് പക്ഷത്താണ്? എന്താണ് ശശി തരൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഈ വിയോജിപ്പ്? ഇപ്പോൾ പറയുന്ന കണക്കുകൾ അത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു നിലപാട്? ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് രാജ്യത്ത് സ്റ്റാർട്ടപ്പിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്, അതിന്റെ പ്രതിഫലനം മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അതുകൂടി പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകുമെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വ്യക്തമാക്കിയിട്ടുള്ളത്. താങ്കളുടെ നിലപാട് എന്താണ്? തീർച്ചയായും ആദരണീയനായിട്ടുള്ള ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. സത്യത്തില് ശശി തരൂരിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഒരു എട്ടുകാലി മഹാമൂനിന്റെ ഒരു പ്രസ്താവനയായിട്ടാണ് പി രാജീവും ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഒക്കെ മുന്നോട്ട് വരുന്നത് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വ്യാവസായികമായിട്ടുള്ള പുരോഗതിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പോ കേരളത്തെ അപ്പാടെ നമുക്കങ്ങനെ വ്യാവസായികമായിട്ടുള്ള ഉണർവ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള വലിയൊരു മാറ്റമാണ്. അതിന് ആസൂത്രിതമായിട്ട് അത് കേരളത്തിൽ മാത്രമല്ല, ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ, തെലങ്കാന ആയിക്കോട്ടെ, ഗ്രാമീണ മേഖല, ഈ ഭാരതത്തിന്റെ ഗ്രാമീണ മേഖലയിൽ പോലും ഈ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ വന്നുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഇന്ത്യയിൽ ആകമാനമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ കേരളത്തിലും ഒരു വ്യാവസായികമായിട്ടുള്ള ഒരു ഉണർവുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൽ അടിസ്ഥാന കാരണം സ്വാഭാവികമായിട്ട് നമുക്കറിയാം, വൻകിട വ്യവസായങ്ങളെ മാത്രമാണ് ഒരു കാലഘട്ടത്തിൽ സർക്കാരുകളൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഇപ്പൊ 2018 കൂടിയിട്ടാണ് ദീൻദയാൽ അന്ത്യോദയ യോജന പ്രകാരം നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ബ്ലോക്ക് തലത്തിൽ ഗ്രാമീണ മേഖലയിലുള്ള സ്ത്രീകൾ, ആദിവാസികൾ, വനവാസികൾ തുടങ്ങിയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ചെറുകിട സ്റ്റാർട്ടപ്പ് പദ്ധതികൾ കേരളത്തിൽ ആരംഭിച്ചത്. 2018 തന്നെ 34,569 പദ്ധതികൾ 2018 തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ കേരളത്തിന്റെ സ്ഥാനം 6ാം സ്ഥാനമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ മുദ്രാ ലോൺ പോലെയുള്ള ബാങ്കിങ് സെക്ടർ ഇന്ന് ചെറുകിട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതിന്റെ ഫലമായിട്ട് ഒരു സാധാരണ ഒരു പപ്പട നിർമ്മാണ തൊഴിലാളി ആയിക്കോട്ടെ, അച്ചാർ നിർമ്മാണ തൊഴിലാളി ആയിക്കോട്ടെ, ഇനി ഒരു ടാക്സി സർവീസ് തുടങ്ങുന്ന ആളായിക്കോട്ടെ, സ്വാഭാവികമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ 2020 കൃത്യം രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടണം. അതായത് നമ്മുടെ നാട്ടിലെ തട്ടുകടക്കാരൻ മുതൽ പപ്പട നിർമ്മാണ തൊഴിലാളി മുതൽ 50 പേർക്ക് ആക്സസറീസ്, മൊബൈൽ ആക്സസറീസോ ഇനി കാറിന്റെ ആക്സസറീസോ ഉൽപ്പാദിക്കുകയോ അത് വിതരണം ചെയ്യുന്ന ആളടക്കം കൃത്യം രജിസ്ട്രേഷനിൽ സ്വാഭാവികമായിട്ട് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സംഭവത്തെയാണ് സ്വാഭാവികമായിട്ട് ഇവർ വലിയ രീതിയിലുള്ള വൻകിട വ്യാവസായികമായിട്ടുള്ള ചേഞ്ച് കേരളത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത്. അത് സത്യത്തിൽ ശരിയല്ല. കാരണം നമുക്കറിയാം, ഈ ആന്തൂറിലെ സാജന്റെയും കിറ്റക്സിലെ സാധുവിന്റെയും ഒക്കെ അവസ്ഥ കേരളത്തിൽ അറിയാലോ. വൻകിട ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന എത്ര വ്യാവസായിക സ്റ്റാർട്ടപ്പ് പദ്ധതികൾ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നൊരു ചോദ്യം. അതിനൊരു കണക്ക് രാജീവ് പുറത്തുവിടട്ടെ. 1000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന എത്ര സ്റ്റാർട്ടപ്പ് പദ്ധതികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്? രാജീവ് കണക്ക് പുറത്തു വരട്ടെ. ഇനി 10,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന എത്ര സ്റ്റാർട്ടപ്പ് പദ്ധതി കേരളത്തിൽ വന്നിട്ടുണ്ട്? ഇപ്പൊ ലുലുവിന്റെ പോലെയുള്ള ഒരു ആഗോള ബ്രാൻഡ് കേരളത്തിൽ വരുന്നു, അല്ലെങ്കിൽ നെസ്റ്റോയെ പോലെ ബ്രാൻഡ് കേരളത്തിൽ വന്ന് 500 പേർക്ക് 1000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നതിനപ്പുറത്ത് കേരള സർക്കാരിന്റെ ഇനീഷ്യേറ്റീവ് കൊണ്ട് കേരളത്തിൽ 100 പേർക്ക്, ഞാൻ പറഞ്ഞു 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന എത്ര സംരംഭങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്? അപ്പൊ ഇതിനകത്തൊരു വലിയൊരു പൊള്ളത്തരം ഇതിനകത്തുണ്ട്. ഈ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടു വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളം മാറി എന്ന് പറയുന്നതിന്റെ ധാരണാപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രശ്നമുണ്ട്. കാരണം ഇവിടെ തന്നെ നമുക്കറിയാം, ചെറുകിട കച്ചവടക്കാർ, ഉണ്ണിയപ്പ നിർമ്മാണം ആയിക്കോട്ടെ, ചെറുകിട പച്ചക്കറി മേഖലയിൽ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, അങ്ങനെ അനവധി ആളുകൾ കേരളത്തിൽ ചെയ്തിരുന്ന വ്യവസായത്തെ ഒരു പോർട്ടലിലേക്ക് മാറ്റി എന്നുള്ളതാണ് രാജീവ് ചെയ്തത്. ബ്ലോക്ക് തലത്തിൽ അതിന് കഴിഞ്ഞ 5 വർഷമായിട്ട് ദിവസവേതന അടിസ്ഥാനത്തിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരാൾ നിശ്ചയിച്ച് ഇതിനെ മുഴുവൻ ഒരു സിംഗിൾ വിൻഡോയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള രാജീവ് നടത്തിയിട്ടുള്ള ഒരു ശ്രമമുണ്ട്. അതിന് ഞങ്ങൾ വേണമെങ്കിൽ അഭിനന്ദിക്കുന്നു. അല്ലാതെ പ്രൊഡക്റ്റീവായിട്ട്